ഉണ്ട്. എനിക്കത് പറഞ്ഞറിയിക്കാനാവില്ല. കാരണം എനിക്കതൊരു ലക്ഷ്യമായിരുന്നു. അത് ഈ സദസ്സ്, ഈ ചെയറുകളെല്ലാം നിറഞ്ഞു കാണണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം വിളിക്കുമ്പോൾ എല്ലാവരും വരും വരും എന്ന് പറഞ്ഞാലും ഇത്തരം ഒരു ചടങ്ങിലോട്ട് വലുതായിട്ട് ആൾക്കാർക്ക് വരാൻ ഒരു താല്പര്യം കുറവുണ്ടാവും. അതുകൊണ്ട് പിന്നെ കുറച്ച് നാളായിട്ട് ഞാനും അത്ര ഈ സമൂഹത്തിൽ സജീവമല്ലായിരുന്നു. കുറച്ചൊന്ന് ഒരു ചെറിയ ഒരു സർവീസിന് കയറിയിരിക്കുകയായിരുന്നു ഞാനെന്ന് പറയാം. ഇനി അങ്ങോട്ട് സജീവമാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫംഗ്ഷനിലും എനിക്കങ്ങനെ പങ്കെടുക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും ആ രീതിക്ക് കാണുമോ എന്നൊക്കെ ഞാൻ ഒന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ കസേരകളെല്ലാം നിറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ ഈ വേദിയിലിരിക്കുന്ന ഇവരെല്ലാം ഞാൻ വിളിച്ച് എല്ലാവരെയും ഞാൻ വെറുതെ ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. ശ്രീകണ്ഠ സാറിനെ ആയിരുന്നാലും നമ്മുടെ രാധാമണി ചേച്ചി ആയിരുന്നാലും അനിത ടീച്ചറിനെ ആയിരുന്നാലും എല്ലാം. അപ്പോൾ അനിത ടീച്ചറിനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ബുക്കൊക്കെ കൊറിയറിലാണ് അയച്ചു കൊടുത്തത് ടീച്ചറിന്. ഇത് നമ്മുടെ ബുക്ക് ഇതിനെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയൊക്കെ അങ്ങനെ. പക്ഷെ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. അതുപോലെ തന്നെ പയ്യന്നൂർ സാറ്, എൻ്റെ പ്രമോദ് പയ്യന്നൂർ സാറ്, എനിക്ക് ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ട് പോലും ഞാനൊരു കൃതി എഴുതി. അത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ അത്ര അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഞാനിവിടെ നിന്ന് കാസർഗോഡ് മടിക്കയിലുള്ള ആ തറവാട്ടിൽ പോയിട്ട്, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിയുടെ തറവാടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കളിയാട്ടം നടക്കുന്നു എന്ന് അറിഞ്ഞു. അത് 23 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കളിയാട്ടമാണ്. അന്നേരം അപ്പം കുറേ തെയ്യങ്ങളെ പടവുമില്ല. അപ്പോൾ ആദ്യമേ എനിക്ക് ഈ തെയ്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊരു സ്പാർക്കായിട്ട് കിടന്നിരുന്നു. കാരണം എന്നെങ്കിലും ഒരു PhD അതെൻ്റെ ഒരു ലക്ഷ്യമാണ്. അതങ്ങ് അപ്പോൾ അതിന് ഞാൻ ആ തെയ്യം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പോഴേ ഇങ്ങനെ ഞാൻ കൊണ്ട് നടന്നതേ ആ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഇത്രയും കളിയാട്ടമാണ്, അപ്പോൾ പോവാം, നമുക്ക് അത്രയും പരിചയമുള്ള സ്ഥലമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അപരിചിതരാണ് ഞങ്ങൾ. അദ്ദേഹത്തിന് മാത്രമേ അവിടെ എല്ലാവർക്കും അറിയാവുള്ളൂ. പക്ഷേ എന്തോ ഒരു സ്വീകരണമായിരുന്നു എന്നറിയാവോ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ നമുക്ക് വേറൊരു സ്ഥലത്തോടെ കൊണ്ടുപോയി വാങ്ങിച്ച് തന്ന, അങ്ങനെ ആ വീട്ടിൽ തന്നെ, ആ മനയിൽ തന്നെ. പിന്നെ ഓരോ തെയ്യത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ എൻ്റെ അടുത്തായിട്ടൊരു കുട്ടിയിരുന്നു. ഒരു 10 വയസ്സേ ഉണ്ടാവുള്ളൂ. അവിടെയൊക്കെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ. എല്ലാ ആബാലവൃദ്ധം ജനങ്ങളും വന്നിരുന്നാണ് തെയ്യം കാണുന്നത്. ഇവിടെ പിന്നെ നമ്മൾ വീട്ടിൻ്റെ പുറത്തിറങ്ങാറ് പതിവേ ഇല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. കുട്ടികൾ, അമ്മ, എല്ലാവരും വരും. എല്ലാവരും വന്ന് അവിടെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും ഈ ആൾക്കാർ ചെയ്തു കൊടുക്കാറുണ്ട് കാണാൻ വരുമ്പോൾ. അപ്പോൾ ഒരു 10 വയസ്സായ കുട്ടി. അപ്പോൾ ഞാൻ ഈ നോട്ടീസ് നോക്കിയിട്ടാണ് പറയുന്നത്. എനിക്ക് തെയ്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നോട്ടീസ് നോക്കി പറഞ്ഞു, അടുത്ത് വരാൻ പോണ തെയ്യം ഇതായിരിക്കാം എന്ന് ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറയണം, അല്ല അടുത്ത് വരാൻ പോണ തെയ്യം ഇതല്ല, അതിൻ്റെ യഥാർത്ഥ തെയ്യത്തിൻ്റെ പേര് പറഞ്ഞു. ശരിക്കും 10 വയസ്സുള്ളൊരു കുട്ടി. അപ്പം അത്രയേറെ ഗ്രാഹ്യമാണ് അവിടുത്തെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന ആ ഒരു തലമുറകൾക്ക് അവരുടെ ആ ഒരു സംസ്കാരത്തോടും ആ ഒരു കലയോടുമുള്ള ആ ഒരു ആഭിമുഖ്യം അന്ന് ഞാൻ കണ്ടറിഞ്ഞതാണ്. പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് നാളായിട്ട് ആ വർക്കൊന്നും ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പിന്നെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എഴുതുന്നില്ലേ അതിനെക്കുറിച്ച് നീ എഴുതും എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്കൊക്കെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് ഓരോന്നും എഴുതി വെച്ചിട്ടാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം ഇച്ചിരി പ്രശ്നങ്ങളായതുകൊണ്ട് എഴുത്തൊന്ന് മുടങ്ങി. എന്നാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ കീമോയുടെ സമയത്തൊക്കെ ഉറങ്ങാതെ ഇരുന്ന സമയത്ത് രാത്രി മുഴുവൻ ഞാൻ ഇങ്ങോട്ട് ചിലവാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ റെസ്റ്റ് കിട്ടാനും കുറച്ച് ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും ദൈവം എനിക്ക് തന്ന ഒരു ചാൻസായിട്ട് ഞാൻ ആ ഒരു കാലഘട്ടത്തെ ഞാൻ ആ രീതിയിൽ കണ്ട് അതിനെ ഓവർകം ചെയ്യാനായിരിക്കാം ദൈവം എനിക്ക് അത്രയും റെസ്റ്റൊക്കെ തന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇത് തന്നെ ഇരിക്കണം. എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, അത് കോവിലിലെ അശോക് കുമാർ സാർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പ്രമോദ് പയ്യന്നൂർ സാറിനെ കൊണ്ട് നമുക്ക് അവതാരിക എഴുതിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്
ഇത് അങ്ങനെ വരാതെ സാർ അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമയോടുകൂടി ആണ് ഞാൻ ഈ ബുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അവതാരിക എഴുതിക്കാൻ തന്നെ കാരണമായത്. പിന്നെ ഇപ്പം ഈ നമ്മുടെ കളത്തട്ടെന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു 50 വയസ്സ് വരെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു. ഉണ്ടാവാം, ഭർത്താവിന് ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾക്ക് അമ്മ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇത് കാര്യങ്ങളെല്ലാം സമയാസമയം അന്വേഷിച്ച് നടക്കുന്ന വെറും ഒരു വീട്ടമ്മ. പിന്നെ ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോൾ സജിചേച്ചിയാണ് എന്നെ ശരിക്കും കളത്തട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ കളത്തട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അതായത് ആ ഗ്രൂപ്പിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ യാതൊരു അങ്ങോട്ട് മറ്റുള്ളവർ ഉയർച്ചയിലുള്ള ഒരു കുശുമ്പോ ഒന്നുമില്ല. സാധാരണ പറയും സ്ത്രീകളാരും അങ്ങനെ അങ്ങ് ഒരുമിക്കാറില്ല, സ്ത്രീകൾ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി കഴിയുമ്പോൾ അറിയാം ആ സ്ത്രീകളുടെ ഒരു സ്നേഹവും. നമ്മൾ എന്താവശ്യത്തിനും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞാൽ മതി, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും വരും ഒരു സഹായം. അപ്പോൾ എനിക്ക് അതിൻ്റെ നിമിത്തമായത് എൻ്റെ സജിചേച്ചിയാണ്. എൻ്റെ സജിചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയേറെ എനിക്ക് എൻ്റെ ആവശ്യതയിലും എൻ്റെ സന്തോഷത്തിലും എല്ലാം പങ്കുകൊണ്ട് അങ്ങനെ സജിചേച്ചിയാണ് എനിക്ക് കളത്തട്ടിലേക്ക് ഇങ്ങനെ എന്നെ അതിൽ ചേർക്കാനുള്ള സഹായം ഉണ്ടാക്കി. പിന്നെ ഗീത നമ്മളെ വളരെ ഇതായിട്ട് നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ചേർത്തു. ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്, അതായത് എന്നെ സ്നേഹിക്കുന്നവർ എന്നുള്ള തെളിവാണ് നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ ശശികലയൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എറണാകുളത്തു നിന്നൊക്കെ ഒരു ബുക്ക് പ്രകാശനത്തിന് വരണമെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സ്നേഹം എത്രത്തോളം ആണെന്നറിയാം. അതുപോലെ തന്നെ എൻ്റെ സഹപാഠികൾ, എനിക്കറിയാവുന്നുള്ള ഒരു ദേവകി വാര്യറിലെ ആൾക്കാരുണ്ട് ആശ്രയയിൽ ഒരു അംഗമാണ്. അപ്പം അതിൽ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാനും എല്ലാമായിട്ട് പോയിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ആക്റ്റീവായിരുന്നതാണ്. ഇപ്പം ഇല്ല. അതുപോലെ ദേവകി വാര്യറിലും ഞാൻ ഇപ്പം ആക്റ്റീവല്ല. പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ കുട്ടികൾ, പിന്നെ ചേട്ടൻ്റെ കൂടെയുള്ള ഒത്തിരി ആൾക്കാർ, അപ്പം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ, ചേട്ടൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും. പിന്നെ അനിത ടീച്ചറെ എപ്പം ഞാൻ വിളിച്ചാലും പുസ്തകം ഞാൻ എൻ്റെ പുസ്തകം ചർച്ച ചെയ്യാനായിട്ട് ഞാൻ അനിത ടീച്ചറിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അത്ര നന്നായിട്ട് എൻ്റെ ഒരു കവിതയൊക്കെ നന്നായിട്ട് പാടി ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ എന്നെക്കുറിച്ച് അനിത ടീച്ചർ പറയുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നുന്നത്. അങ്ങനെ അപ്പം എല്ലാവരെയും പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരും എന്നെ കരുതി അല്ലെങ്കിൽ ഞാൻ ക്ഷണിച്ചപ്പം വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് പ്രഭാത് ബുക്സിന് ഞാൻ നന്ദി പറഞ്ഞില്ല. പ്രഭാത് ബുക്സ് അതായത് ഞാൻ ഇങ്ങനെ ഒരു മാറ്ററും കൊണ്ട് ചെന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞു, പഠനമല്ലേ, കോൺട്രവേഴ്സറി ഒന്നും അല്ലല്ലോ, ഇതങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതല്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്ന രീതിയിൽ സാറ് നല്ല സഹകരണത്തോടുകൂടി ബുക്ക് അടിച്ചു തന്നു, ഇതുവരെ എത്തിച്ചു. നല്ല ബുക്ക്, സത്യമാണ്. ഇത്രയൊക്കെയാണ്. പിന്നെ MLA കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ വട്ടിയൂർക്കാവിലെ MLA ആണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ വരുമോ എന്ന് ഞാൻ നല്ലപോലെ സംശയിച്ചു. ഇന്നലെയും കൂടെ ഞാൻ സംശയിച്ചു, സാറ് വന്നില്ലെങ്കിൽ ഞാൻ ആരെ പകരം വയ്ക്കും എന്ന് വരെ ഞാൻ സംശയിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും സാറ് വന്നു, അതിലും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദിയും. എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നാണ് നന്ദി പറയുന്നത്. വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.